മക്കളെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഈ വീഡിയോ നിങ്ങൾ മുന്നിൽ വന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ CUET വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം, ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് താഴെ റിപ്ലൈ തരിക. നിങ്ങൾ CUET വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇല്ല, യെസ് ഓർ നോ, വേഗം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ CUET വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി വലിയൊരു അവസരം, അതായത് നമ്മളിങ്ങനെ പറയില്ലേ, അവസരങ്ങളുടെ വലിയൊരു വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ കാത്തിരിക്കുന്ന വലിയൊരു അവസരമാണ്. നിങ്ങൾ അവിടെ മൈൻഡ് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ അവിടെ ഉപേക്ഷിച്ചത്. ഇപ്പൊ നിങ്ങൾ പലർക്കും തോന്നിച്ചേ ചെയ്തിടാം നിഹാൽ സാർ, ഇത്തരം പരിസ്ഥിതിക്ക് എന്തൊക്കെയോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുകയാണെങ്കിൽ ചെയ്തിടാമായിരുന്നല്ലേ. എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഒരൊറ്റ ദിവസം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് CUET രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു. എന്നാൽ നാളെ 24-ാം തീയതി അതായത് മൺഡേ, തിങ്കളാഴ്ച രാത്രി 11:50, അതായത് 11:50 നിങ്ങൾ ഈ പരിപാടി തീർക്കുക. അതായത് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ലിങ്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇനി ആരെങ്കിലും CUET വേണ്ടി രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് വേഗം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു CUET രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിർബന്ധമായി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾ CUET വേണ്ടി രജിസ്റ്റർ ചെയ്യണം പറയാൻ കാരണം, കേരള യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ കേരളത്തിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കാൻ വേണ്ടി UG കഴിഞ്ഞ് നിങ്ങൾ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഒരു സംശയം വേണ്ട. നിങ്ങൾ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ജില്ലയിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നല്ല മാർക്ക് 90%, 90% മാർക്കില്ലാതെ ഒരു കോഴ്സും നിങ്ങൾ കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, ഇനി എക്കണോമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, എല്ലാത്തും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു 95% മേലെ മാർക്ക് വേണം. എന്താ ഞാൻ സാർ 95% മാർക്ക്? കാരണം സീറ്റിന്റെ എണ്ണം കുറവാണ്. +2 സീറ്റ് കൊടുക്കുന്ന പോലെ ലക്ഷക്കണക്കിന് സീറ്റ് ഒന്നും എവിടെയില്ല, ഡിഗ്രിക്ക് കോളേജിൽ കിട്ടാന്നില്ല. അതിലെ ഗവൺമെന്റ് കോളേജ് കമ്പാരിറ്റീവ് വളരെ കുറവ് ഓരോ ജില്ലയിലും. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലാണ് എനിക്ക് തോന്നുന്നു ആകെ ഗവൺമെന്റ് കോളേജിന് എണ്ണം 5-6 വട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്കൂളിന്റെ എണ്ണം എത്രത്തോളം സ്കൂൾ നമ്മൾ ചുറ്റും, അത് വെച്ച് നോക്കുമ്പോൾ ഇല്ല, അവസരങ്ങളില്ല, അല്ലെങ്കിൽ സീറ്റ് കുറവാ. നന്നായി പഠിക്കുക, കാരണം കുട്ടികൾ പണ്ടത്തെ പോലെ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഇപ്പൊ കോഴിക്കോട് ലാസ്റ്റ് ഫറൂഖ് കോളേജിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുട്ടിയുടെ മാർക്ക് എത്ര, 98%, 99%, അത്രയും. അതാ ലാസ്റ്റ് 60 കുട്ടികൾ ലാസ്റ്റ് ഒരു കുട്ടീനെ എടുത്ത മാർക്ക്. ഇത്രത്തോളം കോമ്പറ്റീഷൻ നടക്കുക. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വലിയൊരു അവസരമാണ് CUET നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ CUET പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു വെബിനാർ 30 ഡേയ്സ് സ്ട്രാറ്റജി, നമുക്ക് CUET നമുക്ക് എങ്ങനെ ക്രാഷ്, ഒരു ഫ്രീ വെബിനാർ മാർച്ച് 24-ാം തീയതി 8 മണിക്ക് നമ്മൾ എഡ്യൂപോയിന്റ് ചാനൽ നടക്കുന്നത്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ. അപ്പോൾ അതിന് വേണ്ടി താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, വേഗം അത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ വേഗം രജിസ്റ്റർ ചെയ്യുക. അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം CUET ഇനി നിങ്ങൾ പിന്നെ CUET എഴുതണോ വേണ്ടൊക്കെ നിങ്ങൾ പിന്നെ തീരുമാനിച്ചോളൂ. പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ട എന്നിട്ട് നിങ്ങൾ ഇത് എന്തൊക്കെയാണ് നിങ്ങളെ മുന്നിലേക്ക് കാത്തിരിക്കുന്ന അവസരങ്ങളെ പറ്റി നിങ്ങൾ നോക്കുക. ഒരുപാട് അവസരങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ചിലപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ലേ. ചിലപ്പോൾ ചില സബ്ജക്റ്റിലായിരിക്കും നല്ല മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കേണ്ട കുട്ടി പൊളിറ്റിക്കൽ സയൻസ് മാത്രം പഠിച്ചാൽ മതി, എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കേണ്ട ആവശ്യമില്ല. അത് പോയിന്റ് അല്ലേ. ഇനി അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് കിട്ടേണ്ടില്ല, അക്കൗണ്ടൻസി കിട്ടേണ്ടത് ആ സബ്ജക്റ്റ് മാത്രം പഠിച്ച് ആ സബ്ജക്ട് ഡൊമൈൻ സബ്ജക്റ്റ് ആക്കി എഴുതിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാം കൂടി പഠിക്കേണ്ട. അപ്പോൾ അവിടെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് തള്ളിക്കളയരുത്, തട്ടി മാറ്റരുത്. വേഗം പോയി ജോയിൻ ചെയ്യുക. ഇനി CUET ബന്ധപ്പെട്ട സംശയങ്ങൾ താഴെ കമന്റ് ചോദിക്കുക. എഡ്യൂപോയിന്റ് CUET ചാനൽ, സെപ്പറേറ്റ് ചാനൽ വേറെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാനൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എങ്ങനെ CUET രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. വേഗം നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളാക്കുക. ആൻഡ് കൂടുതൽ അറിയാൻ വേണ്ടി നിഹാൽ സാറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നിഹാൽ പേഴ്സണൽ യൂട്യൂബ് ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് ഒന്ന് അവിടെ ചോദിക്കാൻ സാധിക്കും. സോ എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അവസരമാണ് മിസ് ചെയ്യരുത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ.